ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. 1/4 കിലോ മീൻ ഞാൻ മുളകെല്ലാം പുരട്ടി കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഒരു കുറച്ച് ചുമന്നുള്ളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂടെ കടുക്, ഉലുവ ഞാൻ പൊടിച്ച് ചേർക്കുന്നില്ല. എപ്പോഴും ഞാൻ ഉലുവ കടുക് വറക്കുന്ന കൂടെ ഇടാറാണ്. കായം, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്കിടാം. ഞാൻ മിക്കവാറും കുരുമുളക് പൊടി ഇട്ടാണ് മീനച്ചാറ് ഉണ്ടാക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇതിനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ മുളക് പുരട്ടി വെച്ച മീൻ ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഇത് മുഴുവനും ഞാനതിലിട്ട് കൊടുത്തു. കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് വറുത്ത് എടുക്കാം നമുക്ക്. അതിന് കുറച്ച് സമയം വേണം. അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. വളരെ 1/4 കിലോ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കടുകും ഉലുവായും ചേർത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തു. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 കൊച്ചുള്ളി, ഇച്ചിരി വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് 2 കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചിരുന്നു. അതിലേക്ക് നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നു, അതിട്ട് കൊടുത്തു. നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എന്തോരം ഇട്ടാലും നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലെല്ലാം നല്ല വെളുത്തുള്ളി രുചി വരുമ്പോഴത്തേക്ക് മീനച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു പച്ചമുളക്, ഇന്ന് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന തീ കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ നല്ലതായിട്ട് ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് ഞാനത്, അതിന് എരിവില്ലല്ലോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എണ്ണ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാൻ കേട്ടോ. എനിക്ക് എണ്ണ ഏറെ ഉള്ള ഇഷ്ടം. പിന്നെ ഇപ്പം ഇതുകൂടി ഇട്ട് കൊടുക്കുമ്പോഴേ ഇത് കായപ്പൊടി, ഞാൻ കായ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവരവരുടെ പരുവത്തിന് ചേർക്കാവുന്നതാണ്. കായം ചേർത്തതിന് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. ഒരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട്, ഇതെന്താ ഇങ്ങനെ കുറച്ച് ഇത് പറ്റും കേട്ടോ. കുറച്ചുകൂടെ പറ്റിയ ശേഷം എൻ്റെ മക്കൾക്ക് ഇതിന് ഇച്ചിരി ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല, എണ്ണ വിനാഗിരി ഇത്രയെല്ലാം നമ്മൾ മീനച്ചാർ ചേർക്കുകയുള്ളൂ. അതുകൊണ്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് തരാനും കമൻ്റ് ഇടാനും മറക്കരുത്.
ഈ രീതിയിലോട്ട് എത്തിയിട്ടിട്ട് നമ്മുടെ മീനച്ചാർ